43:2 സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. അപ്പൊ അതായത് നമ്മളെ ക്ലേശങ്ങളിലൂടെയാണ് പോണെങ്കിൽ ആസ് ഇഫ് ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ, അതായത് നമുക്ക് ഫീൽ ചെയ്യണത് അങ്ങനെ അതിൻ്റെ മുഴുവൻ ക്ലേശങ്ങളെ ദൈവം ഏൽപ്പിക്കാതെ കൊണ്ടുപോകും. നമ്മളെ വലിയ തീവ്രമായ സിറ്റുവേഷനിലൂടെയാണ് പോകണമെങ്കിലും അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യാത്ത രീതി കൊണ്ട്, അതിനാണ് ആത്മീയതയുടെ 2ാം നിലവാണ്. ആദ്യം അനുഗ്രഹമാണ്, ഫിസിക്കലാണത്. രണ്ടാമത്തത് സ്പിരിച്വലാണ്. ഫിസിക്കലായിട്ടാണ് നമ്മൾ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിലും നമ്മൾക്കത് ഫീൽ ചെയ്യത്തില്ല. ഇപ്പം നിൻ്റെ ഭാര്യ വഴക്കിട്ട് നീ വഞ്ചകനാണ്, തോന്നിവാസിയാണെന്ന് പറഞ്ഞ് അവർ വീട്ടിൽ പോയി നിൽക്കുകയാണ്. അത് അവർ നാട്ടിൽ മുഴുവൻ പ്രചരിപ്പിച്ചിട്ടുണ്ട്. നീ ചെല്ലുമ്പോൾ ആൾക്കാരെല്ലാം നിന്നെ വെറുത്ത് നോക്കുകയും ചെയ്യണം. പക്ഷെ കർത്താവ് നിനക്ക് അത് സത്യമല്ല എന്നുണ്ടെങ്കിൽ കർത്താവ് നിനക്ക് അഭിഷേകം തരും. പക്ഷെ നിനക്ക് ഫീൽ ചെയ്യത്തില്ല. അത് അവളോട് തന്നെ അവൾക്ക് അറിവില്ലാഞ്ഞുകൊണ്ടാണ്. കുറച്ച് ഇപ്പോൾ ശരിയായിക്കൊള്ളും, അല്ലെങ്കിൽ നമുക്കൊരു വെറുപ്പ് തോന്നത്തില്ല. അതിനാണ് അഭിഷേകം എന്ന് പറയണത്. എൻ്റെ മക്കൾ, എന്തെങ്കിലും ഇതുപോലെ ഈടേറ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ അഭിഷേകത്തിനായി പ്രാർത്ഥിക്കണം. അഭിഷേകത്തിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഇനി അഭിഷേകത്തിന് കുറേ നാൾ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികാരം കിട്ടും. അധികാരം കിട്ടാൻ നിങ്ങൾ ഒന്നും തൊടത്തില്ല. ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെയും സകല ശക്തികളുടെയും ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം നൽകുന്നു, നിന്നെ ഒന്നും ഉപദ്രവിക്കത്തില്ല. 10:19 ലൂക്ക എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ലൂക്ക 10:19. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. അത് ഉപദ്രവിച്ചായിട്ട് നമുക്ക് തോന്നത്തില്ല. അതാണ് വിഷയം. ഉപദ്രവിക്കണില്ല എന്നല്ലേ, അവർ ഉപദ്രവിക്കുമായിരിക്കും, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. എന്താ കാര്യം? അധികാരം തന്നിരിക്കുകയാണ്. അഭിഷേകം മൂത്ത് ഇപ്പം കള്ള് മൂത്ത് ഭിന്നാവരിയായി മുന്നാവരി മൂത്ത് ചാരമാണ് പറയുക. അനുഗ്രഹത്തിൻ്റെ കാലം കഴിയുമ്പോൾ അഭിഷേകത്തിൻ്റെ കാലം തുടങ്ങും. അഭിഷേകത്തിൻ്റെ കാലം തുടങ്ങുമ്പോൾ പൂർത്തിയാകുമ്പോൾ അത് അധികാരത്തിൻ്റെ കാലം. അതാ നീ എഴുന്നേറ്റ് നിൻ്റെ സഹോദരനെ ശക്തിപ്പെടുത്താൻ പറയണത് ഈ അർത്ഥത്തിലാണ്. എവിടെയാണ് അത് പറയണത്? ലൂക്ക 22:32 എടുക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന യേശുവേ ലൂക്ക 22:31-32 തിരുവചനങ്ങൾ. ശിമയോൻ ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. ഈ സഹോദരനെ ശക്തിപ്പെടുത്താൻ വേണ്ടി മാത്രം നമ്മൾക്ക് അധികാരം കിട്ടുകയാണ്. ഈ അധികാരം എങ്ങനെ വന്നതാണ്? നമ്മളുടെ നന്മകൾ, ഈ അഭിഷേക ജീവിതം കാരണം ക്രിസ്തു നമുക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുന്നു. ക്രിസ്തു നമ്മളെ ഏറ്റെടുക്കുന്നു. അതാണ് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. എൻ്റെ സെമയോൻ സാത്താൻ നിന്നെ ഗോതമ്പ് മണി പോലെ പാറ്റാൻ നോക്കി, ഞാൻ നിനക്ക് വേണ്ടി
പ്രാർത്ഥിക്കുകയായിരുന്നു. ക്രിസ്തു നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ എന്ത് പറ്റും? നീ എഴുന്നേറ്റിട്ട് അവന് അധികാരം കിട്ടും. ക്രിസ്തു നമ്മളെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആത്മീയ അധികാരമായി. നീ എഴുന്നേറ്റ് മറ്റുള്ളവരെ ശക്തിപ്പെടുത്താൻ പറയും. അപ്പം അനുഗ്രഹത്തെന്ന് പറയുന്നത് ഒരു ABCD ബലൂൺ മിഠായി കാലഘട്ടമാണ്. അത് കഴിഞ്ഞാണ് നമുക്ക് കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. പക്ഷേ ക്രിസ്തുവിന് നമുക്ക് കട്ടനഷ്ടങ്ങൾ ക്രിസ്തുവിന് നാമത്തെ പറ്റി ഏറ്റെടുത്തിട്ട് ക്രിസ്തുവിന് നാം മഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ അഭിഷേകം കിട്ടും. അഗ്നിയിലൂടെ നടക്കും, അഗ്നിനെ വിഴുങ്ങത്തില്ല. ഇത് കുറേ നാൾ ആ കാലത്തിൽ കടന്നുപോയി കഴിയുമ്പോഴാണ് ക്രിസ്തു നിന്നെ സത്യസന്ധത മനസ്സിലാക്കിയിട്ട് നിന്നെ ഏറ്റെടുക്കണത്. അപ്പോൾ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കണില്ലേ? അപ്പോൾ ഇത് ഇനി സ്നേഹിക്കാൻ വേണ്ടി പറയണതല്ല. പത്രോസിൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ ആകത്തുക ഈശോ അവനെ വെളിപ്പെടുത്തുന്നതാണ്. എല്ലാവരെക്കാളും കർത്താവിനെ സ്നേഹിക്കുന്ന ആൾ പത്രോസാണ്. എല്ലാവരെക്കാളും പത്രോസാണ് കർത്താവിനെ സ്നേഹിക്കുന്ന ആളാണെന്ന് കർത്താവിന് മനസ്സിലായി. കർത്താവിന് മനസ്സിലായതിൻ്റെ വെളിച്ചത്തിലാണ് ഇവൻ്റെ കയ്യിൽ നിന്ന് ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടും അതിനെക്കുറിച്ച് ഓർപ്പിക്കുക പോലും ചെയ്യാതെ അവൻ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞില്ലേ? അതൊന്നും ഈശോക്കത് ഏറ്റിട്ടില്ല. അതാണ് വിഷയം. നമ്മൾ തള്ളിപ്പറഞ്ഞായിട്ട് ആനക്കാര്യമായിട്ട് നമ്മളിപ്പോഴും ഇങ്ങനെ കറിക്കൂവി നടക്കുന്നുണ്ട്. പക്ഷേ ആരെ തള്ളിപ്പറഞ്ഞോ അവന് അത് ഏറ്റിട്ടില്ല. അവനെല്ലാം മറന്നുപോയി. അവൻ തിരിച്ചു വരുമ്പോൾ എന്താ പറഞ്ഞത്? അവൻ ചോദിക്കണേ എന്താണ്? ശമയനെന്തേന്ന് ചോദിക്കണേ? ഇതൊരു വല്ലാത്ത ചോദ്യമാണ്. അവനതൊന്നും മൈൻഡ് പോലും ചെയ്തിട്ടില്ല. പത്രോസിന് എന്ത് സുന്ദരമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവനെന്നെ വഴക്കിടുമോ? ഞാൻ തള്ളിപ്പറഞ്ഞതല്ലേ, എനിക്ക് ശിഷ്യത്വത്തിൻ്റെ യോഗ്യതയുണ്ടോ? അങ്ങനെ ഒന്നും ഈശ്വരനെ അലോസരപ്പെടുത്തുന്നില്ല. അവൻ തിബേരിയസ് തടാകത്തിൻ്റെ തീരത്ത് വരുമ്പോൾ അവനാ ഇരുട്ടത്വം തിരക്കണ ആരെയാണെന്നറിയാവോ? ശമയോനെന്തേ എന്ന് ചോദിക്കുക. എന്നിട്ട് ശമയോന് വേണ്ടി അവൻ പൊരിച്ച മീനും കാത്തു വെച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച ഭയങ്കരമാണ്. എല്ലാം തീറ്റിക്കഴിയുമ്പോൾ ചോദിക്കുന്നത്, ശമയോൻ, ഇവരെക്കാളെല്ലാം അധികമായി നീ എന്നെ സ്നേഹിക്കുന്നവ. എന്നിട്ടാണ് പിന്നെ അധികാരം കൊടുക്കുന്നത്. ക്രിസ്തുവിലേക്കുള്ള വളർച്ച, നീ അഭിഷേക തലം കഴിഞ്ഞാൽ കർത്താവ് നിന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് നിന്നെ മനസ്സിലാക്കും. പിന്നെ നിൻ്റെ കയ്യിൽ നിന്ന് വന്ന മാനുഷികമായ ബുദ്ധിബോധം ഇല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളൊന്നും കർത്താവിനെ ബാധിക്കത്ത് പോലും ഇല്ല. എന്തെങ്കിലും നിനക്ക് പശ്ചാത്താപം ഉണ്ടാകാം, പക്ഷെ കർത്താവ് അത് ഉണ്ടായാലും ഇല്ലെങ്കിലും കർത്താവിന് ഒരുപോലെയാണ്. ഇരുട്ടത്ത് വന്നവൻ നിന്നത് യോഹന്നാൻ നോക്കിയില്ല, അത് കർത്താവാണെന്ന് അയാൾ അവിടെ കിടന്ന് വിളിച്ചു പോകുന്നുണ്ട്. അതൊന്നും കർത്താവിന് പ്രശ്നമല്ല. കർത്താവ് ഇരുട്ടത്ത് നോക്കി നിന്നത് ശമയോനെന്തേ എന്നാണ് നോക്കിയത്. നീ ആ ഒരു ശമയോൻ്റെ ആധ്യാത്മിക ഈശോ ബന്ധത്തിലേക്ക് വരണം. അതാണ് നമ്മുടെ വിളി, അതാണ് ക്രിസ്തുവിൻ്റെക്കുള്ള പൂർണ്ണത. അനുഗ്രഹത്തിൽ നിന്ന് അഭിഷേകത്തിലേക്ക്, അഭിഷേകത്തിൽ നിന്ന് അധികാരത്തിലേക്ക് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഉടമ്പടി ഇതിനെല്ലാം നമ്മളെ സഹായിക്കുന്ന ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ദൈവിക പദ്ധതിയാണ്. എൻ്റെ പേര് എബി, ഇതെൻ്റെ ഭാര്യ ഡയാന, ഇത് ഞങ്ങളുടെ കുഞ്ഞ് ആദം. ഞങ്ങൾ അബുദാബിയിൽ നിന്ന് വരുന്നു. നാട്ടിലെ പാലായാണ് സ്വദേശം. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഡിസംബറിലാണ്. ഡയാന ഉടമ്പടി എടുത്തത് 2024 നവംബറിലാണ്. ഞങ്ങൾ 2 ഉടമ്പടിയിലുള്ള വ്യക്തികളാണ്. ഞങ്ങൾക്ക് കിട്ടിയ ഇതിനു മുന്നേ ഞാൻ കല്യാണത്തിന് മുന്നേ ഒരു വട്ടം ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അൾത്താരയിൽ. അതുപോലെ തന്നെ വിവാഹത്തിന് ശേഷം ഞാനും വൈഫും കൂടെ ഒരു വട്ടം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മൂന്നാമത് വീണ്ടും ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെ ഉയർത്തിയതിന് നന്ദി പറയാനായിട്ട് ഇവിടെ ഞങ്ങളെ ഈ അൾത്താരയിൽ ഒരിക്കൽ കൂടി നിർത്തിയതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ സാക്ഷ്യം തുടങ്ങുകയാണ്. ആദ്യമായി ഞങ്ങളുടെ വിവാഹശേഷം ഞങ്ങൾ 2024 ഓഗസ്റ്റിലായിരുന്നു ഞങ്ങളുടെ വിവാഹശേഷം ഞങ്ങൾ അബുദാബിയിലേക്ക് ചെന്നു. അബുദാബിയിൽ ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നതിന് വേണ്ടി ഞങ്ങളൊരു താമസ സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ആദ്യം ചെന്ന് ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ താമസ സ്ഥലത്താണ് താമസിച്ചിരുന്നത്, റൂമിലാണ് താമസിച്ചിരുന്നത്.
അവർ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്നതിന് മുന്നേ ഒരു താമസ സ്ഥലം തപ്പിയിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ലായിരുന്നു ഞങ്ങളുടെ അനുയോജ്യമായിട്ട്. ഞങ്ങളങ്ങനെ പരിശുദ്ധ അമ്മയുടെ കൃപാസന മാതാവിൻ്റെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിൽ അപേക്ഷിച്ചു. ഞങ്ങൾക്കൊരു അനുയോജ്യമായിട്ട് ഞങ്ങളുടെ ബഡ്ജറ്റിലും അതുപോലെ തന്നെ ഞങ്ങൾക്ക് യോജിക്കുന്നതുമായിട്ടുള്ളൊരു താമസ സ്ഥലം ലഭിക്കുന്നതിന് വേണ്ടി. അതിനെ തുടർന്ന് ഞങ്ങൾക്ക് വാടക വളരെ കുറഞ്ഞതും ഫർണിഷ്ഡുമായിട്ടുള്ള നല്ലൊരു താമസ സ്ഥലം മാതാവ് ഒരുക്കി തരികയും ഞങ്ങൾക്ക് ഒന്നിച്ചവിടെ താമസിക്കാനും ഉള്ള ദൈവകൃപ നൽകി അനുഗ്രഹിച്ചു. രണ്ടാമതായിട്ട് വിവാഹത്തിന് ശേഷം ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്കിലും വൈഫിന് PCOD ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു ഒരു പ്രിലിമിനറി ചെക്കപ്പിന് വേണ്ടി. അപ്പോൾ പ്രിലിമിനറി ചെക്കപ്പിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത്, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്, ഉടനെ നിങ്ങളത് പ്രതീക്ഷിക്കരുത്. അതുപോലെ തന്നെ ഡോക്ടർ ഇവർക്ക് കുറച്ച് മെഡിസിൻസും അതുപോലെ തന്നെ കുറച്ച് ഡയറ്റ് പ്ലാനുകളുമാണ് നിർദ്ദേശിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് പരിശുദ്ധ കൃപാസന മാതാവിൽ നേരത്തെ ഞങ്ങൾക്കുടെ അനുഭവങ്ങളും അതുപോലെ തന്നെ വിശ്വാസവും ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ മെഡിക്കേഷനോ അതുപോലെ തന്നെ വേറെ മെഡിക്കൽ ആയിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളും ഫോളോ ചെയ്തില്ല. ഞങ്ങൾ വിവാഹത്തിന് PCOD ഉള്ളത് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം ആദ്യം തൊട്ട് തന്നെ ഞങ്ങൾ ഇവളുടെ വയറ്റിൽ കുരിശ് വരച്ച് ഉടമ്പടി തൈലം കൊണ്ട് വിശുദ്ധ ഉടമ്പടി തൈലം കൊണ്ട് ഞങ്ങൾ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തുടർന്നു. അതിനുശേഷം ഡോക്ടറെ കണ്ടതിന് ശേഷം കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ ഇവള് പ്രഗ്നൻ്റ് ആണെന്ന് ഞങ്ങൾ അറിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഇവിടുത്തെ ഒരു ഡോക്ടറെ കാണാൻ പോയി. അവിടുത്തെ ഒരു ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത് നോർമലായി കൺസീവ് ആകുന്ന ഒരു ഓവുലേഷൻ ടൈമിൽ അല്ല ഇവള് കൺസീവ് ആയിരിക്കുന്നത്. കൺസീവ് ആകാനായിട്ടുള്ള ചാൻസ് വളരെ കുറഞ്ഞ ടൈമിലാണ് ഇവള് കൺസീവ് ആയിരിക്കുന്നത്. ഇറ്റ്സ് എ മിറാക്കിൾ എന്നാണ് പുള്ളിക്കാർ പറഞ്ഞത്, ലേറ്റ് കൺസെപ്ഷൻ. അപ്പം അതുപോലെ തന്നെ ഞങ്ങൾ ആ സെയിം ടൈമിലാണ് ഞങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. പക്ഷേ മാതാവിന് ഞങ്ങളെപ്പറ്റി ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ പിന്നീടാണ് മനസ്സിലാക്കിയത്. കാരണം ഇവൾ പ്രഗ്നൻ്റായ സെയിം സമയത്താണ് ഇവളുടെ ഇൻഷുറൻസ് അവളുടെ ഇൻഷുറൻസ് ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ അതിന് മുന്നെയോ ഇപ്പോൾ സപ്പോസ് ഇവള് പ്രഗ്നൻ്റ് ആയെങ്കിൽ നമുക്ക് അവളുടെ പ്രഗ്നൻസിയിലുള്ള ബാക്കി ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായേനെ. അത് മാതാവിന് അറിയാവുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നത് കൃത്യസമയത്ത് ഇവള് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. അതുപോലെ ഗർഭകാലം മുന്നോട്ട് പോയി. 5-ാം മാസത്തെ സ്കാനിങ്ങിൽ ഞങ്ങൾ സ്കാനിങ് കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, റിസൾട്ടെല്ലാം നോർമലാണ്, ഓക്കെ ആണ്, പെർഫെക്റ്റ്ലി ഓക്കെ, കുഞ്ഞ് ഓക്കെ ആണെന്നെല്ലാം പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് അവിടുന്ന് ഡോക്ടറെ കണ്ട് എന്തോ ഡോക്ടറോട് ചോദിക്കാനായിട്ട് ഞാൻ തിരിഞ്ഞു നിന്നപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇല്ല അതിപ്പോൾ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായില്ല എന്താ ഡോക്ടർ ഉദ്ദേശിച്ചതെന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു എന്താ ഡോക്ടർ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല. അപ്പോൾ 3-ാം മാസത്തെ സ്കാനിങ്ങിൽ ഇവളുടെ സ്കാനിങ്ങിൽ ഇവളുടെ യൂട്രസിലൊരു സിസ്റ്റ് കൂടി കണ്ടിരുന്നു. പക്ഷേ സിസ്റ്റ് കണ്ട കാര്യം നമ്മളോട് പറഞ്ഞില്ല. ഞാൻ അതിൽ നിന്നും മനസ്സിലാക്കുന്നത് പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങളോട് അത് പറയിപ്പിച്ചില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഞങ്ങളതൊരു ടെൻഷനായതിനെ 2-3 മാസക്കാലം അതൊരു ടെൻഷനായിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നേനെ. അപ്പം ഡോക്ടർ 5-ാം മാസത്തെ സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞു ആ സിസ്റ്റ് ഇപ്പോൾ കാണുന്നില്ല, അത് അപ്രതീക്ഷിതമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് ശരിക്കും ഞങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് തരിച്ചു പോയി. സിസ്റ്റം എന്നുള്ളത് ഉള്ള കാര്യം അറിയില്ലായിരുന്നു. 2 അത് അപ്രതീക്ഷിതമായെന്നൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പം പരിശുദ്ധ അമ്മ കൂടുതൽ നമ്മളെ കെയർ ചെയ്യുന്നതും അതുപോലെ തന്നെ സംരക്ഷിക്കുന്നത്തെ ഓർത്ത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവും നന്ദിയും തോന്നി. പിന്നെ അടുത്തതായിട്ട് 7-ാം മാസം ഇവളുടെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഗ്ലൂക്കോസ് ടെസ്റ്റിൽ ഇവക്ക് ഷുഗർ ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഷുഗർ കൺട്രോളും അതുപോലെ തന്നെ ഡയറ്റ് പ്ലാനും ഒക്കെ പറഞ്ഞു.
ഞങ്ങൾ അത് അറിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ, അതായത് എല്ലാ ദിവസവും ഡോക്ടർ ഒരു 10 days കണ്ടിന്യൂസ് ബ്ലഡ് ചെക്ക് ചെയ്ത് റിസൾട്ട് എടുക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ റിസൾട്ടുമായിട്ട് ആഫ്റ്റർ 10 days വരാൻ പറഞ്ഞു. ഞങ്ങൾ ഈ 10 ദിവസം രാവിലെ വെറും വയറ്റിൽ ഇവർക്ക് ചെറു ചൂടുവെള്ളത്തിൽ മാതാവിൻ്റെ വിശുദ്ധ ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും ഞാൻ കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുത്ത് 10 ദിവസത്തെ റിസൾട്ടുമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു, ആദ്യത്തെ റിസൾട്ട് നമുക്ക് ഷുഗർ ഉണ്ടായിരുന്നത് തന്നെയാണോ ഒന്ന് ഡോക്ടർ എങ്ങോട്ട് എടുത്തു ചോദിച്ചു. മലയാളി ഡോക്ടറായിരുന്നു. അപ്പോൾ പറഞ്ഞു, പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, വിശുദ്ധ അമ്മ മാതാവിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് ആ ഷുഗർ പൂർണ്ണമായിട്ടും ഇല്ലാതെ ഉള്ള രീതിയിലുള്ള റിസൾട്ടാണ് 10 ദിവസം ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നീടുള്ള ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ചെക്കുകളിലൊന്നും പിന്നെ ഷുഗർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. സാധാരണ നോർമലി ഇപ്പം നമ്മളിപ്പോൾ അറിയായിരിക്കും, തേനൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മൾ ഷുഗറിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു എലമെൻ്റാണ്. പക്ഷേ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അത് പൂർണ്ണമായിട്ടും മാറി ഷുഗർ നോർമലായിരുന്നു. അതിനുശേഷം ഇവിടെ 8-ാം മാസമായി കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ടൊരു വൈറൽ ഫീവർ ഉണ്ടായി. വൈറൽ ഫീവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ദിവസം ഞാൻ ശരിക്കും കിടന്നുപോയി. അറിയായിരിക്കും, ഗൾഫിലൊക്കെ ഉള്ളവർ അറിയായിരിക്കും, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മാറി കിടക്കാനുള്ള റൂമുകൾ, അടുത്ത അക്കോമഡേഷൻ ഫെസിലിറ്റീസിൻ്റെയൊക്കെ ലിമിറ്റേഷൻ കൊണ്ട് ഒരു വേറെ റൂമിലേക്ക് മാറി താമസിക്കാൻ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ഇല്ലായിരുന്നതുകൊണ്ട് ഈ 5 ദിവസം ഇവൾ എൻ്റെ കൂടെ തന്നെയായിരുന്നു, എന്നെ ശുശ്രൂഷിച്ച. സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് ഏറ്റു നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അത്തരത്തിലുള്ളൊരു പനിയായിരുന്നു. അങ്ങനെ ആ 5 ദിവസം എന്നെ ഈ പൂർണ്ണ ഗർഭിണിയായിട്ട് ഇവളാണ് എന്നെ ശുശ്രൂഷിച്ചതും എൻ്റെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിന് കിടക്കുമ്പോഴെല്ലാം വിഷമമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെയും ഇവളെയും ഞാൻ അപരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, അമ്മ മാതാവേ, അമ്മയുടെ നീല മേലങ്കിക്കുള്ളിൽ ഇവളെ സംരക്ഷിക്കണമേ. അമ്മയ്ക്കും കുഞ്ഞിനും യാതൊരുവിധ ഒരു കുഴപ്പവും ഉണ്ടാകാതെ അമ്മയുടെ നീല മേലങ്കിക്കുള്ളിൽ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, അവൾക്കൊരു ജലദോഷം പോലും, ഒരു തുമ്മൽ പോലും ഇല്ലാതെ ആ 5 ദിവസം എന്ന് പറഞ്ഞാൽ 5 ദിവസവും 101-102 ഡിഗ്രി പനിയായിരുന്നു. എനിക്ക് എൻ്റെ മാതാവ് കുഞ്ഞിനെയും ഇവളെയും അമ്മേനെയും സംരക്ഷിച്ചു. അങ്ങനെ അതിനുശേഷം ഇവളുടെ ഡ്യൂ ഡേറ്റായി 40 weeks ആയിട്ടും ഇവൾക്ക് പ്രഗ്നൻസിയിൽ ഇവിടെയൊക്കെ പെയിനോ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ലായിരുന്നു. അവസാനം ലാസ്റ്റ് 9 month സ്കാനിങ്ങിലും നോർമലാണ്, അതായത് ഇവർക്ക് നോർമൽ ഡെലിവറി പോസിബിളാണ്. കുഞ്ഞിന് അല്പം വെയിറ്റ് ഉണ്ടെന്ന് മാത്രം പറഞ്ഞു. നോർമൽ ഡെലിവറി പോസിബിളാണ്, സെർവിക്സ് എല്ലാം ഓക്കെ ആണ് എന്നെല്ലാമാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രതീക്ഷയിൽ ഇരിക്കുമായിരുന്നു. മാതാവിനോടൊന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ഉടമ്പടി പ്രാർത്ഥന എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥനയിൽ നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ 40 ആഴ്ച കഴിഞ്ഞിട്ട് സംഭവിക്കാതെ വന്നു കഴിഞ്ഞപ്പം അവർ പിന്നെ ഇൻഡ്യൂസ്ഡ് ലേബറിന് ട്രൈ ചെയ്തു. ഇൻഡ്യൂസ്ഡ് ലേബർ അത് നടന്നില്ല. അവസാനം ഒരു ദിവസം രാവിലെ ഇവളെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ ഇല്ലായിരുന്നു. ഇവൾ അഡ്മിറ്റായി കഴിഞ്ഞപ്പം അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഡയാനയ്ക്ക് ഓപ്പറേഷൻ ചെയ്യണം, നിങ്ങളൊരു 1/2 മണിക്കൂറിനുള്ളിൽ ഡിസിഷൻ പറയണം, നമുക്കിനി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മളൊരു നിമിഷം അങ്ങോട്ട് സ്റ്റക്കായിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, അതിനെപ്പറ്റി പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ ഭയങ്കര ഡിസിഷൻ എടുക്കാനുള്ള ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. എല്ലാവർക്കും അറിയാം, നമ്മുടെ നാടല്ല, നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെടുക്കുന്ന തീരുമാനം എങ്ങനെയായിരിക്കണം. ഓൾറെഡി ഇവൾ കട്ടിലേക്ക് കിടക്കുന്നു. അങ്ങനെ ആകപ്പാടെ ആശയക്കുഴപ്പത്തിലിരുന്ന സമയത്ത് ഞാൻ ഉടമ്പടി കാശുരൂപം എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു. 1/2 മണിക്കൂറേ സമയമുള്ളൂ. ഉടമ്പടി കാശുരൂപം എടുത്ത് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയപ്പോൾ എനിക്ക് ബൈബിൾ ഓപ്പൺ ചെയ്യാനായിട്ട് എൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞു. ഞാൻ ബൈബിൾ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് യോഹന്നാൻ 3:8. കാറ്റ് അതിൻ്റെ ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അത് എവിടെ നിന്ന് വരുന്നുവെന്ന് എവിടേക്ക് പോകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല. അതുപോലെ തന്നെയാണ് ആത്മാവിൽ ജീവിക്കുന്ന മനുഷ്യനും. അങ്ങനെയായിരുന്നു എനിക്ക് വചനം കിട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ഈശോയ്ക്ക് എന്നെപ്പറ്റിയൊരു പദ്ധതി ഉണ്ട്, ഈശോയുടെ തീരുമാനം തന്നെയാണ്. ഞാൻ ഉടൻ തന്നെ ഓപ്പറേഷനുള്ള കൺസെൻറ്റ് സൈൻ ചെയ്തു.
അരമണിക്കൂർ കഴിഞ്ഞപ്പം ഒരു മലയാളി നേഴ്സ് വന്നിട്ട് പറഞ്ഞു, കുഞ്ഞുണ്ടായി, ആൺകുഞ്ഞാണ്, ആരോഗ്യമുള്ളൊരു കുഞ്ഞാണ്, പക്ഷേ കുഞ്ഞിന് 400 വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഇൻ കേസ് നമ്മൾ നോർമൽ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ചിലപ്പം നമുക്ക് കുഞ്ഞിനെ അമ്മയ്ക്ക് ചിലപ്പോൾ അപകടം ഉണ്ടായേനെ. എന്തായാലും കൃത്യസമയത്താണ് നിങ്ങളത് ചെയ്തത്, തീരുമാനം എടുത്തത് നന്നായി എന്ന് പറഞ്ഞു. അപ്പോഴും എൻ്റെ മനസ്സിലൊരു സംശയം, കാരണം വെച്ച് കഴിഞ്ഞാൽ 40 ആഴ്ച വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അമ്മ മാതാവിനോട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുന്നത്, അമ്മ തന്ന കുഞ്ഞാണെന്നുള്ള പല തവണകളായി നമുക്ക് ഈ 10 മാസത്തിനിടയ്ക്ക് നമുക്ക് ഓൾറെഡി നമുക്ക് തെളിവിൽ അമ്മ തന്നെ തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ 40 വീക്സ് എന്തിനു വെയിറ്റ് ചെയ്തു എന്ന് എൻ്റെ മനസ്സിലൊരു സംശയം ഉണ്ടായി. ആ സംശയത്തിന് വലിയ താമസം ഉണ്ടായില്ല. ഇവനുണ്ടായത് നവംബർ 21, 2025 നവംബർ 21 നവംബർ 21 മാതാവിൻ്റെ സമർപ്പണ തിരുനാളായിരുന്നു. അത് ഞാനിവിടുത്തെ ജോമോൾ സിസ്റ്ററുടെ വാഗ്ദാനം നവംബർ 21 ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അമ്മ മാതാവിൻ്റെ ദിവസം തന്നെ ഇവന് ഭൂമിയിലേക്ക് വരണമെന്നുള്ളത് അമ്മയുടെ നേരത്തെ നിശ്ചയിക്കപ്പെട്ടതായിരുന്നു. അത് കൂടുതൽ വെളിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ 40 ആഴ്ചകളും കാത്തിരുന്നതെന്ന് എനിക്കപ്പോൾ ബോധ്യമായി. അങ്ങനെ കുഞ്ഞിനെ ലഭിച്ചു. കുഞ്ഞിനെ ഞങ്ങൾ ആദമെന്ന് പേരിട്ടു. അതിനുശേഷം കുഞ്ഞും അമ്മയെ കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങളുടെ റൂമിലേക്ക് വന്നു. ഒരു ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. 2-ാം ദിവസമായപ്പോൾ കുഞ്ഞിനെ നോക്കാനായിട്ട് പീഡിയാട്രീഷ്യൻ വന്നു കഴിഞ്ഞപ്പോൾ പീഡിയാട്രീഷ്യൻ പറഞ്ഞു, കുഞ്ഞിൻ്റെ ശ്വാസോച്ഛ്വാസം കൂടുതലാണ്, അവനെ NICUയിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആദ്യം അതിലൊരു ഇത് തോന്നിയില്ല, കാരണം കുഞ്ഞ് നോർമലായിരുന്നു. കുഞ്ഞ് നോർമലായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, കുഞ്ഞ് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. അപ്പം ഡോക്ടർ അവരെ കൊണ്ടുപോയി NICUയിലേക്ക് മാറ്റി. NICUയിലേക്ക് മാറ്റിയ ശേഷം അവർ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ ഇൻഫെക്ഷൻ റേറ്റ്, അതായത് ബ്ലഡിലുള്ള ഇൻഫെക്ഷൻ അവന് മിനിമം 7 വേണ്ട, നോർമൽ 7 വേണ്ടടുത്ത് അവന് 39 ആയിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു ഉടനെ തന്നെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇവളുടെയൊക്കെ പ്രഗ്നൻസി പീരീഡിൽ അവൾക്കൊരു UTI യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻഫെക്ഷൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കുഞ്ഞിനുണ്ടായതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എങ്കിലും അത് നമുക്ക് ഭയങ്കര ഒരു പ്രതിസന്ധിയായിരുന്നു. പക്ഷേ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ അവർ NICUയിൽ അഡ്മിറ്റാക്കി സെയിം ടൈമിൽ എന്നെ ഇവരുടെ അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഡയാനെ ഗൈനക്കോളജിസ്റ്റ് ഡിസ്ചാർജ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മയെ ഓപ്പറേഷൻ ചെയ്ത് വൈഫിനെ വീട്ടിലോട്ട് കൊണ്ടുപോകണം. കുഞ്ഞിവിടെ NICUയിൽ വല്ലാത്തൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി കാശുരോ എപ്പോഴും കയ്യിലുണ്ടായിരുന്നു ആ സമയത്തെല്ലാം. അത് മാത്രമായിരുന്നു ധൈര്യം. അങ്ങനെ ഞങ്ങൾ അവസാനം കുഞ്ഞ് ആശുപത്രിയിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നതിന് മുന്നേ ഞാൻ ഇവളെയും കൂട്ടി കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നു. കുഞ്ഞിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉടമ്പടി തൈലം കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി ഉപ്പ് NICUയിൽ ആരുമില്ല കാണാതെ ഇട്ടു. അതുപോലെ തന്നെ വിശ്വാസ പ്രമാണ ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ ഈശോയുടെ കുരിശിൻ ചൂട്ടിൽ അമ്മ നിന്നതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ ചൂട്ടിൽ അമ്മ ഉണ്ടായിരിക്കണം. കാരണം എനിക്കോ ഇവക്കോ വേറെ ആർക്കോ അവിടെ നിൽക്കാനോ അവന് ശുശ്രൂഷിക്കാനോ ഒന്നും പറ്റത്തില്ല. അവൻ്റെ അവസ്ഥ എന്താണെന്നും അറിയത്തില്ല. അപ്പം ഒരു കുഴപ്പമില്ലായിരുന്നു. കുഞ്ഞ് പെട്ടെന്ന് അഡ്മിറ്റാകുക എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വണ്ടറാവും. അപ്പോൾ ആ ഒരു അവസ്ഥയിലായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, ഈശോയുടെ കുരിശിൻ ചൂട്ടിൽ നിന്നതുപോലെ അമ്മ നിന്നേക്കണമെന്ന് പ്രാർത്ഥിച്ചു. അമ്മ അത് കേട്ടു. അതിനുശേഷം ഞങ്ങൾ പോകുന്ന ഒരു ശനിയാഴ്ചയാണ് ഇവനെ അഡ്മിറ്റ് ആക്കുന്നത്. അതുപോലെ തന്നെ അവർ ഞായറാഴ്ച ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പിറ്റേ ദിവസം ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു 48 hours അവർ ചെക്ക് ചെയ്യും. 48 hours ശേഷം 48 hours അവർ നോക്കും, മരുന്ന് കൊടുക്കും. അതിന് ശേഷമാണ് അവർ ബ്ലഡ് വീണ്ടും റീചെക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അതൊരു കഠിന കാലഘട്ടമായിരുന്നു. 48 മണിക്കൂറെന്ന് പറയുന്നത്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ എരുതിയിലായിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം ഉണ്ടായിരുന്നു. ഉടമ്പടി ധ്യാനം ഞാനും ഇവളും കൂടി. അന്ന് അച്ഛൻ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി തന്നെയായിരുന്നു വചനം, ഞങ്ങളോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ പറയുന്ന ഓരോ സെൻറ്റൻസും എന്നോട് ഇവളോടും പറയുന്നത് പോലെയായിരുന്നു. ഞങ്ങൾക്കത് വലിയൊരു ആശ്വാസമായിരുന്നു ആ ഒരു അവസ്ഥയിൽ. അങ്ങനെ ഉടമ്പടി അന്ന് തന്നെ ഭാഗ്യവശാൽ എൻ്റെ അമ്മ, ഇവിടെ നാട്ടിലുള്ള അമ്മ ഇവിടെ വന്ന് കുഞ്ഞിൻ്റെ ഫോട്ടോയുമായിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പം
ജോസഫച്ചനെ കാണാൻ സാധിച്ചില്ല. അപ്പം ബഹുമാനപ്പെട്ട അലക്സച്ചൻ ഇവിടെ ഉണ്ടായിരുന്നു. അലക്സച്ചനെ ഫോട്ടോ കാണിച്ചിട്ട് അമ്മ പറഞ്ഞു, അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് അച്ഛൻ കുരിശെടുത്ത് അവൻ്റെ ഫോട്ടോയിൽ വെച്ച് അവനെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച അന്ന് രാത്രി അവന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അവർ റിസൾട്ട് ഞാൻ ചെന്നപ്പോൾ എന്നോട് അവിടുത്തെ നെയ്സിലെ നേഴ്സ് പറയുന്നത് അവൻ്റെ 39 എന്നുള്ള അവൻ്റെ ഇൻഫെക്ഷൻ റേറ്റ് 13 കുറഞ്ഞു എന്നാണ് പറഞ്ഞത് 2 ദിവസത്തിനുള്ളിൽ. അവിടുത്തെ ഡോക്ടറും നേഴ്സും പറഞ്ഞ് അവർക്ക് വിശ്വസിക്കാനാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 1/3 ഇൻഫെക്ഷൻ റേറ്റ് കുറയും. അവരാകെ ഒരു ഡോസ് ആൻറ്റിബയോട്ടിക് മാത്രമാണ് കൊടുത്തത്. അപ്പം എനിക്കറിയാം എൻ്റെ കുരിശിൻ ചുവട്ടിൽ അമ്മ നിന്നതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ അമ്മ ഉള്ളത് കൊണ്ട് മാത്രമാണ്, അമ്മ അവനെ തൊട്ടതുകൊണ്ട് മാത്രമാണ് അവൻ്റെ ഇൻഫെക്ഷൻ റേറ്റ് 1/3 കുറഞ്ഞത്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ അവനെ പൂർണ്ണ ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്ന, സന്തോഷത്തിന് വലിയ ദൈർഘ്യമില്ലായിരുന്നു. അവന് കുഞ്ഞുണ്ടായി ആദ്യത്തെ സമയത്ത് ഇവർക്ക് ബ്രസ്റ്റ് മിൽക്ക് കുറവായിരുന്നു. അപ്പം കുഞ്ഞ് NICUലായിരുന്നതുകൊണ്ട് അവരവിടെ നിന്ന് അവന് ഫോർമുല മിൽക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഈ ഫോർമുല മിൽക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം അതവൻ അലർജിയായിട്ട് മാറിക്കഴിഞ്ഞപ്പം അവന് മോഷൻ സ്റ്റൂള് പാസ് ചെയ്യുമ്പോൾ ബ്ലഡ് വരാൻ തുടങ്ങി. അത് പിന്നെ ഞങ്ങൾ അപ്പോഴേക്കും ഇവർ നാട്ടിലേക്ക് പോന്നു. അവിടെ നിന്ന് നാട്ടിലേക്ക് പോന്നു കഴിഞ്ഞപ്പം നാട്ടിലെ ഡോക്ടറെ കാണിച്ചു. ഇവിടെ ഒരു പർട്ടിക്കുലർ ഡോക്ടറെ കാണാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഡോക്ടർ ടൈഫോയിഡായിട്ട് അഡ്മിറ്റഡ് ആയിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണാൻ സാധിച്ചില്ല. പല ഡോക്ടർമാരെ കണ്ടുവെങ്കിലും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരത്തിലേക്ക് വന്നില്ല. അപ്പോഴെല്ലാം നമ്മൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഡോക്ടറെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു പീഡിയാട്രിക് സർജനെ കാണണമെന്ന് പറഞ്ഞു. പീഡിയാട്രിക് സർജൻ ഇവൻ്റെ വയറ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് അബുദാബിയിലാണ്. അപ്പോൾ ഞാൻ അവിടെ വെച്ച് ഉടമ്പടി തിരി കത്തിച്ച് വെച്ചു ഇന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. വിശ്വാസ പ്രമാണം ചെല്ലുകയും ജപമാല എല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പം ഇവരിവിടെ ആശുപത്രിയിലാണ്. ആരും പിന്നെ എനിക്ക് റെസ്പോൺസ് ഒന്നും ഉണ്ടാകുന്നില്ല ഇവിടുന്ന്. അപ്പോൾ അതിനുശേഷം അപ്പോൾ എൻ്റെ മനസ്സിൽ പറയുകയാണ്, ആരോ പറഞ്ഞു ബൈബിൾ എടുത്ത് തുറക്കാൻ പറഞ്ഞു. ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം കിട്ടിയത്. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഭാഗമായിരുന്നു. അപ്പോൾ കുഷ്ഠരോഗി മലയിൽ നിന്ന് ഇറങ്ങി വന്ന് ഈശോയോട് കുഷ്ഠരോഗി ചോദിക്കുന്ന, കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഈശോ അവനെ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യമുണ്ടാവട്ടെ. ആ നിമിഷം ഞാൻ മനസ്സിലാക്കി എൻ്റെ കുഞ്ഞ് സുഖപ്പെട്ടു എന്ന്. അതിനുശേഷം ഇവർ ഇവിടെ വിളിച്ചു, കുഞ്ഞിന് സ്കാൻ ചെയ്തു, പരിശോധനകളെല്ലാം നെഗറ്റീവാണ്, ഒരു പ്രശ്നവും ഇല്ല, യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. അങ്ങനെ ഒരു മരുന്ന് പോലും അവർ കൊടുത്തില്ല. അങ്ങനെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് മാത്രം ഇവളോട് പാല് ഉൽപ്പന്നങ്ങൾ മിൽക്ക് പ്രോഡക്ട്സും ഒഴിവാക്കാൻ പറഞ്ഞു. അങ്ങനെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് കുഞ്ഞ് പൂർണ്ണ സൗഖ്യം കിട്ടി, പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. പിന്നെ ഒരു സാക്ഷ്യം പറയാനുള്ളത്, ഇവർക്ക് വൈഫിന് UA ഡ്രൈവിംഗ് ലൈസൻസ്, UAയിലുള്ളവർക്കറിയാം ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ്. അപ്പം വൈഫ് എന്നോട് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു. പക്ഷേ അവൾക്ക് ഇവിടെ നാട്ടിൽ ലൈസൻസ് ഉണ്ടെങ്കിലും അത് വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് കുറവായിരുന്നു. അപ്പം എന്നോട് ചോദിച്ചു എങ്ങനെയാണ് എനിക്കിങ്ങനെ എടുക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇവളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ യോഗ്യതകൾ കൊണ്ട്, ഞങ്ങളുടെ മെരിറ്റ് കൊണ്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, എല്ലാം ഈശോയുടെ അമ്മയുടെയും കൃപ കൊണ്ട് മാത്രം സാധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ നീ എന്തിനാ അങ്ങനെ സംശയിക്കുന്നത്, നമുക്ക് അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഗോൾഡൻ ചാൻസിൽ അപ്ലൈ ചെയ്തു. ഉടമ്പടി വസ്തുക്കളായിട്ടുള്ള ഉടമ്പടി ഉപ്പും ഉടമ്പടി കാശുരൂപം കൈ പിടിച്ചു, ഉടമ്പടി ഉപ്പ് അവിടുത്തെ ടെസ്റ്റ് വെഹിക്കിളിലിട്ടും അവൾ എക്സാം അറ്റൻഡ് ചെയ്തു. അവൾ സെക്കൻഡ് ചാൻസിൽ തന്നെ അവൾ പാസ്സായി. അവൾക്ക് UA ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. ദൈവം അനുഗ്രഹിച്ചു അവളെ. അതുപോലെ തന്നെ ഞാൻ ഇങ്ങോട്ട് നാട്ടിലേക്ക് പോരുന്നതിന് തൊട്ട് മുന്നേ അന്ന് സെയിം ഡേയിൽ എനിക്കിതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ടായി. ഞാൻ അവിടെ നാഫ്കോ എന്ന കമ്പനിയിലെ എസ്റ്റിമേഷൻ എഞ്ചിനീയറാണ്. അപ്പം അവിടെ ഞാൻ എസ്റ്റിമേറ്റ് ചെയ്തൊരു പ്രോജക്റ്റിൽ ഒരു പർട്ടിക്കുലർ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു, ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ റിക്വയർമെൻറ്റ്. ഞാനത് എസ്റ്റിമേറ്റ് ചെയ്ത സമയത്ത് ഞാനത് ശ്രദ്ധിച്ചില്ല. എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് സംഭവം നടന്നു കഴിഞ്ഞ് ഈ പ്രൊജക്റ്റ്
കമ്പനിക്ക് അവാർഡായി കഴിഞ്ഞപ്പോൾ ക്ലയൻറ്റ് അതൊരു വലിയ ഇഷ്യൂ ആക്കി മാറ്റി കഴിഞ്ഞാൽ ക്ലയൻറ്റ് അത് റെക്യൂർഡാണ്, ആ റിക്വയർമെൻ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് കൊട്ടേഷനിൽ ഇപ്പോൾ നമ്മൾ ഒരു ഇന്ത്യൻ മണി വരുമ്പോൾ ഒരു 4 ലക്ഷം 5 ലക്ഷം രൂപയുടെ ഒരു വ്യത്യാസം ഉണ്ടാവും ആ ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ മാറുമ്പം. അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തു. എൻ്റെ മാനേജർ എന്നോട് പറഞ്ഞു, നീ നാട്ടിൽ പോകണ്ട, ഈ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം പോയാൽ മതി. ഈ ഒരു ദിവസം കൊണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് എന്നെക്കൊണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ ആ വ്യക്തി ശ്രമിച്ചാലും അത് സാധിക്കാത്തൊരു കാര്യമാണ്. അന്നേ ദിവസം അവിടുത്തെ പ്രൊജക്റ്റിൻ്റെ ടീമിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രൊജക്റ്റ് ടീം അന്ന് മീറ്റിങ്ങിന് പോകുന്നുണ്ട്. അപ്പം ഞാൻ ആകെ ടെൻസ്ഡായി. ഞാൻ പതിപോലെ തന്നെ എപ്പോൾ ടെൻഷൻ വന്നാലും അല്ലെങ്കിൽ എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും ഉടമ്പടി കാശുരൂപമാണ് നമ്മുടെ ആശ്രയം. അപ്പോൾ ഉടമ്പടി കാശുരൂപം എടുത്ത് കൈ പിടിച്ച് വിശ്വാസപ്രമാണം ചെല്ലാൻ തുടങ്ങി. വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റി, ഞാനങ്ങ് ശ്രദ്ധിക്കേണ്ടതായിരുന്നു, എൻ്റെ അശ്രദ്ധ കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു പോയി, ഇനി എനിക്കത് പരിഹരിക്കാനായിട്ട് സമയമില്ല, എനിക്കിപ്പം ഇന്ന് രാത്രി ഫ്ലൈ ചെയ്യേണ്ടതാണ്. അമ്മ ഈ പ്രശ്നം അമ്മ ഏറ്റെടുക്കണം. ഈ പ്രോജക്റ്റിൻ്റെ ടീമിൻ്റെ മീറ്റിംഗ് നടക്കുന്ന ആ സ്ഥലത്തേക്ക് അമ്മ എല്ലാ വ്യക്തികൾക്കും മുന്നേ അമ്മ ചെല്ലണം, അമ്മയുടെ മധ്യസ്ഥയായിട്ട് പ്രവർത്തിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഒരു ഉച്ചയായിട്ടും യാതൊരു റെസ്പോൺസും ഇല്ല. അതിനുശേഷം ഞാൻ അവിടുത്തെ ടീമിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ആ ഒരു വിഷയം ഒരു വലിയ വിഷയമായി ഉയർന്നു വന്ന ആ വിഷയം പെട്ടെന്ന് അങ്ങോട്ട് സെറ്റിലായി. അത് എന്ത് കാരണം കൊണ്ടാണ് എന്ന് അവർക്കറിയത്തില്ല. അറബിക് ടീംസാണ്, അറബിക് ആയിട്ടുള്ള ആളുകളാണ് അവിടുത്തെ മീറ്റിങ്ങിന് പോകുന്നത്. അവർ പറഞ്ഞു അത് എന്തുകൊണ്ടാണെന്ന് അവർക്കും അറിയത്തില്ല. ഞാൻ അവരോട് പറഞ്ഞു, എനിക്കറിയാമായിരുന്നു ഇതിങ്ങനെ സംഭവിക്കുള്ളൂ, കാരണം എൻ്റെ ബൈപ്പേഴ്സൺ അവിടെ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിരുന്നു, നിൻ്റെ ബൈപ്പേഴ്സണോ എന്ന് പുള്ളി എടുത്തു ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ മദർ ബേരി അവിടെ വന്നിരുന്നു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റാണ്, സംഭവം അത് പെട്ടെന്ന് സെറ്റിലായെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവ് പല ക്രിട്ടിക്കൽ സിറ്റുവേഷനിലും വിളിക്കുമ്പോഴെല്ലാം ഒന്നല്ല ഒരു ഒട്ടനവധി തവണ, ഇവിടെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് അവസരങ്ങളിലെല്ലാം വിളിക്കുമ്പോഴെല്ലാം നമ്മുടെ ഓടിയെത്തുന്നുണ്ട്, പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം കൂടെ കരം പിടിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ. പിന്നെ കൂടാതെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഇവിടെ നിന്ന് ഉടമ്പടി പത്രങ്ങൾ ഞങ്ങൾ അവിടെ വരുന്നവരുടെ വാങ്ങിപ്പിക്കാറുണ്ട്, അവിടെ വിതരണം ചെയ്യാറുണ്ട് അബുദാബിയിൽ. കൂടാതെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങളൊരു ഇവള് അവിടെ മെസ്സിന് പഠിക്കാനായിട്ട് കുട്ടികളെ സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ അവിടുത്തെ മരിയ സദനത്തിലെ ഫുഡ് അന്തേവാസികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ ഫുഡ് കൊടുക്കുന്ന ഒരു ടീമുണ്ട്, അവരെ നമ്മൾ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ അതൊക്കെയാണ് പ്രധാനമായിട്ടും ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തികളിൽ. പിന്നെ കൂടാതെ ഡെയിലി ബ്രെഡ് എന്ന് ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്, ഉടമ്പടി ധ്യാനങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്, ഉടമ്പടി ധ്യാനം റെഗുലറായിട്ട് കാണാറുണ്ട്. ഉടമ്പടി ധ്യാനം പലപ്പോഴും നമുക്ക് എല്ലാവർക്കും അനുഭവം ഉള്ളതായിരിക്കും. എങ്കിലും ഞാൻ അന്ന് മുന്നേ പറഞ്ഞതുപോലെ അന്ന് ഞങ്ങൾക്ക് വേണ്ടി തന്നെയായിരുന്നു ഇവിടെ അച്ഛൻ അൾത്താരയിൽ സംസാരിച്ചത്. അപ്പം അതുപോലെ അതൊക്കെയാണ് ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്യുന്നത്. അമ്മ മാതാവെന്ന എല്ലാ അനുഗ്രഹക്കും നന്ദി പറയുന്നു. പ്രത്യേകം പറയേണ്ടത്, കുഞ്ഞാവയ്ക്ക് ബ്ലഡ് പാസ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഞാൻ നേഴ്സാണ്, പക്ഷേ എന്താ ചെയ്യേണ്ടതെന്നോ എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എനിക്ക് പാല് കുറവായതുകൊണ്ട് പാലും ഇല്ല. കൊച്ച് ക്ലൈമറ്റ് മാറി ഇവിടെ വന്നു, അബുദാബി ഉണ്ട്, കൊച്ച് ഇവിടെ വന്ന് കഴിയുമ്പോൾ ചൂടാണ്. അന്നും എല്ലാവരും ഉണ്ട്, അമ്മായിമ്മയുണ്ട്, എൻ്റെ അമ്മയുണ്ട്, നോക്കുന്ന ചേച്ചിയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ എല്ലാവരും എന്ന് പറയും പാല് കൊച്ചിൻ്റെ കരയുന്ന എടുത്തുകൊണ്ട് പോകും. പക്ഷേ ആ കരച്ചിൽ കേൾക്കുമ്പോൾ എനിക്കറിയാം പാലിൻ്റെ അല്ല കരച്ചിൽ, കൊച്ചിന് വയറ്റിൽ നിന്ന് ബ്ലഡ് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പെയിൻ കൊണ്ട് കൊച്ച് കരയുന്നത്. എനിക്ക് പാലില്ല, ഒന്ന് കംഫോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പാല് കൊടുക്കുന്ന സമയത്ത് കാശുരൂപം കൈ പിടിക്കും, എന്നിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിയാണ് കൊച്ച് കരയിലെന്ന് പ്രാർത്ഥിച്ചാണ് എല്ലാ തവണയും ഫീഡ് ചെയ്യുന്നത്. എന്നിട്ട് ഡോക്ടർമാരെ കാണാൻ പോകുമ്പം ഞങ്ങളൊരു ഡോക്ടർ ഉണ്ടെന്ന് കരുതി ഇങ്ങോട്ട് വന്ന സമയത്ത് ആ ഡോക്ടറിന് ടൈഫോയിഡ് പിടിച്ച് ആ ഒരാഴ്ച അഡ്മിറ്റായി, ഡോക്ടറെ കാണാൻ പറ്റിയില്ല. അപ്പം മറ്റ് പല ഡോക്ടർമാരെ കണ്ടേ. അപ്പോൾ അവർക്കൊന്നും എക്സാക്റ്റ് റീസൺ പറയാൻ അറിയത്തില്ല. അവർ പറയുന്നത് ഒന്നെങ്കിൽ
സ്കാൻ ചെയ്യുക, ബ്ലഡ് ചെയ്യുക. ഓൾറെഡി NICU തൊട്ട് കരഞ്ഞു കൂവി വന്ന് കൊച്ചിൻ്റെ വെയിനൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് തന്നെ NICU കിടക്കുമ്പോൾ തന്നെ എല്ലാ വെയിനും പോയി കിടന്നു. പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൊച്ചിന് വെയിനില്ല. വെയിൻ നോക്കാൻ വേണ്ടി ലാബിലെ സിസ്റ്റർമാർ കുത്തുന്നു, NICക്കാർ കുത്തുന്നു, അങ്ങനെ കുറേ കരഞ്ഞ് പിടിച്ചൊക്കെ ബ്ലഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒന്നുമില്ല. സ്കാൻ ചെയ്തു, അതിനകത്ത് ഒന്നുമില്ല. കാരണം ആർക്കും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ വിചാരിച്ചത് ഡോക്ടർ ടൈഫോയിഡ് അഡ്മിറ്റ്. ആ സമയത്ത് എനിക്കൊന്നും ചെയ്യാനോ നോക്കി നിൽക്കാൻ മാത്രമേ എനിക്ക് പറ്റുള്ളായിരുന്നു. ആ സമയത്തെല്ലാം ഹസ്ബൻഡ് പറഞ്ഞു കാശുരൂപം കൈ പിടിക്കുക, മാതാവ് വിശ്വസിക്കുക, വിശ്വാസപ്രമാണം ചെല്ല്. അങ്ങനെയാണ് ഈ ഒരാഴ്ച ഞാൻ കഴിഞ്ഞ്. അതിൻ്റെ ഡോക്ടർ വന്ന് ഈ ഡോക്ടർ പറഞ്ഞു ഒന്നുമില്ല, പാലിൻ്റെ അലർജിയാണ്, പാൽ നിർത്തിയാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അന്ന് തൊട്ട് ഈ എല്ലാ ദിവസങ്ങളും എനിക്ക് പാലില്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ ചൂടുവെള്ളത്തിൽ ഉടമ്പടി വസ്തുക്കളായ തൈലവും തേനും ഉപ്പും കലർത്തി ആൾ കുടിക്കും, വെറും വയറ്റിൽ കുടിക്കും. ആ ഒരു മാത്രം എനിക്ക് മരുന്നായിട്ട് ഞാൻ കണക്കാക്കിയിട്ടുണ്ടെന്നുള്ളൂ. ബാക്കി എല്ലാ മരുന്നുകളും ഡോക്ടർമാർ തരുന്ന മരുന്ന് കഴിക്കുമെന്ന് പറഞ്ഞാലും പക്ഷേ എനിക്ക് വിശ്വാസം ഉടമ്പടി തൈലം എൻ്റെ ബ്രസ്റ്റിൽ ഞാൻ പുരട്ടുമായിരുന്നു എല്ലാ ദിവസവും. കാശുരൂപം കൈ പിടിച്ച് കുഞ്ഞാക്കി പാൽ കൊടുക്കും. വിശ്വ കുഞ്ഞാക്കി പാൽ കിട്ടണേ, അവൻ കരയല്ലേ എന്ന് പ്രാർത്ഥിച്ച് വിശ്വാസമാണ് ചെല്ലി ഞാൻ എല്ലാ തവണയും ഫീഡ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ എനിക്കറിയാം കുഞ്ഞാവ് കരയുന്നത് ഈ വേദന കൊണ്ടാണ്, ആ വേദന എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാവുന്നതുകൊണ്ട്. പക്ഷേ എല്ലാവരും പറയും കുഴപ്പമില്ല, കുറഞ്ഞോളും, കൊച്ചു ക്ലൈമറ്റ് മാറിയതിൻ്റെയാണ്. എന്നിട്ട് രാത്രി കുഞ്ഞാക്ക് ഉറക്കവേ ഇല്ല, ക്ലൈമറ്റ് മാറി വന്നതുകൊണ്ട്. എന്നിട്ട് എല്ലാവരും നോക്കുന്ന ചേച്ചിയായാലും എല്ലാവരും വന്ന് ഒരു 12 വരെ ഇരിക്കും. 12 കഴിഞ്ഞപ്പോൾ ഞാനും കൊച്ചു മാത്രമേ ഉള്ളൂ. ആ സമയത്തെല്ലാം കുഞ്ഞാവ് വാവിട്ട് കരഞ്ഞ് കഴിയുമ്പം എനിക്ക് നോക്കി നിൽക്കാൻ എങ്ങനെയാണ് പറയണമെന്ന് എനിക്കറിയില്ല. അല്ല അമ്മമാർക്കറിയായിരിക്കും കുഞ്ഞാവിക്ക് ബ്രസ്റ്റ് ഉണ്ട്, ഇച്ചിരി പാലുണ്ട്, പക്ഷേ കുഞ്ഞാവ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് നോക്കി നിൽക്കുന്ന അവസ്ഥ അവർക്ക് മനസ്സിലാവും. എനിക്ക് കൃത്യം പറയാൻ എനിക്കറിയില്ല. അന്നേരമല്ലേ ഈ കാശുരൂപം മാതാവും മാത്രം എന്നെ രാവിലെ ഉടമ്പടി ധ്യാനം ഫോൺ വെക്കും. ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ഫീഡ് ചെയ്യിപ്പിക്കും. അന്നേരം അവൻ ശാന്തമായിട്ട് ആ സമയങ്ങളിലെല്ലാം ശാന്തമായിട്ട് കിടന്നുറങ്ങുകയും പാലില്ലാതെന്ന് എനിക്കറിയാം, എന്നാലും ആ സമയത്ത് പാൽ കുടിക്കും. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല. സ്കാനിങ്ങിനെല്ലാം ഞാൻ പോയപ്പോഴെല്ലാം കാശുരൂപം കൈ പിടിച്ചുകൊണ്ട് പോയി. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉടമ്പടി അനുഭവങ്ങൾ. ഇത്രയധികം അനുഗ്രഹങ്ങളും കൃപകളും നൽകി ഞങ്ങളെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാക്ഷി സമർപ്പിക്കുന്നു.